പ്രോട്ടീൻ മനസ്സിലാവണമെങ്കിൽ ആദ്യം എന്തിനെ കുറിച്ച് മനസ്സിലാവണം? അമിനോ ആസിഡുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം വീണ്ടും ഞാൻ എന്ത് ഡിസ്കസ് ചെയ്യണം? അമിനോ ആസിഡുകൾ ഡിസ്കസ് ചെയ്യണം. എന്താണ് ഈ അമിനോ ആസിഡ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ? ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യത്തെ പോയിന്റ്, ദി ആർ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ. ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടകൾ എന്നൊക്കെയാണ് അർത്ഥം, അല്ലെ? മുമ്പ് ഒരു വീട് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം? കട്ടകൾ ഉണ്ടാവും. അപ്പൊ വീടിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ഏതാണ്? കട്ടകളാണ്. ഇഷ്ടികയാകാം, അല്ലെങ്കിൽ ചെങ്കല്ലിന്റെ കട്ടകളാകാം. അപ്പൊ ഏതൊരു സാധനം ഉണ്ടാക്കുന്നതിന് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്ന പേരാണ് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്ന വലിയൊരു മോളിക്യൂൾ. അപ്പൊ ഞാൻ ഇവിടെ പ്രോട്ടീന്റെ ചിത്രം മനസ്സിലാകാൻ വേണ്ടി വരയ്ക്കാം. പ്രോട്ടീൻ, ഇതൊരു പ്രോട്ടീൻ ആണ്. ഞാനിപ്പോ വരച്ചത് എന്താണ്? എന്തിന്റെ ചിത്രമാണ്? പ്രോട്ടീന്റെ ചിത്രമാണ്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി മുത്തുകളില്ലേ, ഈ മുത്തുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അമിനോ ആസിഡ്. അപ്പൊ ഇത് ഒരു അമിനോ ആസിഡ് ആണ്, ഇത് ഒരു അമിനോ ആസിഡ് ആണ്, ഇത് ഒരു അമിനോ